നമസ്കാരം. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 5 സ്റ്റാർ ബാറുകൾ പുലർച്ചെ 3 വരെയും പ്രവർത്തിക്കും. മന്ത്രിസഭ അറിയാതെയാണെന്ന വിമർശനം ഒരു ഭാഗത്തുയരുമ്പോൾ പ്രതിപക്ഷത്തെ വരെ അറിയിച്ചുവെന്ന് മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാകില്ലെന്ന് KCBC മദ്യവിരുദ്ധ സമിതി തുറന്നടിച്ചു. അയൽ സംസ്ഥാനങ്ങളിലെ ബാറുകളുടെ സമയവും എണ്ണവും ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി തീരുമാനത്തെ ന്യായീകരിക്കുന്നത്. ബാർ സമയം കൂട്ടിയത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമെന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്നും പറയുന്നു. 2 മണിക്കൂർ ബാറുകളുടെ സമയം കൂട്ടിയതുകൊണ്ട് മാത്രം മദ്യവർജന നയത്തിന് തിരിച്ചടിയാകുമോ? ടൂറിസം വികസനത്തിന് തീരുമാനം അനിവാര്യമോ? മദ്യനിരോധനം എന്നത് അസാധ്യവും അപ്രായോഗികവുമായ നയമോ? പരിശോധിക്കാം. സ്വാഗതം. അതിഥികൾ നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ക്ലെമന്റ് ജോസഫ്, അഭിഭാഷകൻ; കെവിൻ മാത്യു സണ്ണി, ടെക് സംരംഭകൻ; മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ; ഫിലിപ്പോസ് പടിക്കൽ, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഫിലിപ്പോസ്, താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സന്തോഷം നൽകുന്ന തീരുമാനമായിരിക്കും ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ സമയം ബാറുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്നതാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് എനിക്കങ്ങനെ വലിയ സന്തോഷം തരുന്ന കാര്യമൊന്നുമില്ല. കാരണം ഞാൻ 10 മണിക്ക് മുമ്പായിട്ട് മദ്യപിക്കണമെന്നുള്ളപ്പോൾ എല്ലാ ദിവസവും ഞാൻ വലിയ മദ്യപാനിയൊന്നുമില്ല. മദ്യം ഉപയോഗിക്കുന്ന ആളാണ്. അത് റെസ്പോൺസിബിൾ ഡ്രിങ്കർ, ഒക്കേഷണൽ ഡ്രിങ്കറാണ്. അത് ഈ ബാറുകൾക്ക് മാത്രമായിട്ട് ഇത് നീട്ടി കൊടുക്കുന്നതോട് എനിക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അതിനോട് എനിക്ക് യോജിക്കാനും കഴിയുന്നില്ല. കാരണം ബാറിൽ പോയി കഴിക്കുന്നവർ സാധാരണക്കാരല്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അത് ബെഫ്കോയിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ മാത്രം അതിനും കൂടെ ആനുകൂല്യങ്ങൾ, ഈ ബാറിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതിന് കൊടുക്കണം. പിന്നെ ഇപ്പം പ്രതിപക്ഷം പറയുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ KCBC പറയുന്ന പോലെയോ ഇതൊരു ഡീലാണോ എന്നുള്ളത് രാഷ്ട്രീയമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും ബാറുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അതിന് കൊടുക്കുന്ന ഇളവുകൾ ബെഫ്കോയ്ക്ക് കൊടുത്താൽ എന്താ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഈ ആഗസ്റ്റ് 15 ജാനുവരി 26 തിരുവോണം, ഈ ദിവസങ്ങളിലൊക്കെ ബാർ തുറന്ന് പ്രവർത്തിക്കുകയും ബെഫ്കോയുടെയും മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഇതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റുകൾ അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ബാർ മുതലാളിമാരെ സഹായിക്കാനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നുന്നില്ല. ശരിയാക്കാം. അതുപോലെ ഈ സമയം കൂട്ടുന്നതുകൊണ്ട് ഈ ബെഫ്കോയുടെയൊക്കെ 9 മണിക്ക് അടയ്ക്കുന്നു. ബാറുകൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകൾക്കുമൊക്കെ വെളുപ്പിനെ വരെ പ്രവർത്തിക്കാം. അതിപ്പം ഒരു കാര്യം ഈ സർക്കാർ, LDF സർക്കാർ ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ടൂറിസ്റ്റുകളുടെ വോട്ട് കൊണ്ടല്ല അവർ ജയിക്കുന്നത്. വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളുടെ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ, സാധാരണക്കാരൻ്റെ കേരളത്തിലെ ആൾക്കാർ 80 ലക്ഷത്തോളം പേര് മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും 80 ലക്ഷമില്ല. അത് ആ 80 ലക്ഷം പേരുടെ വോട്ട്. അതെ, നമുക്കറിയാം ആൻ്റണി സർക്കാർ ചാരായം നിരോധിച്ചു കഴിഞ്ഞാൽ LDFന് കിട്ടിയ ഒരു നേട്ടം. അതുപോലെ 2016 ഉമ്മൻചാണ്ടി ബാറും ഒക്കെ നിരോധിച്ചു. ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറച്ചു. അപ്പം LDFന് കിട്ടിയൊരു നേട്ടം. അതൊക്കെ ഈ സാധാരണക്കാരനെയാണ്. അവന് മദ്യനിരോധനം ഉണ്ടാവില്ല എന്ന് LDF ഒരിക്കൽ മദ്യനിരോധനം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം അവനുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരൻ. അതുകൊണ്ട് അത് സർക്കാർ ആലോചിക്കണം. എന്തൊക്കെ ആനുകൂല്യങ്ങൾ ബെഫ്കോയ്ക്കോ കിട്ടാനുണ്ടോ അതെല്ലാം കൊടുക്കണം. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, അപ്പോൾ ബാറുകൾക്ക് സമയം നീട്ടി നൽകിയത് നല്ല കാര്യം. അത് എല്ലാ മദ്യവിൽപ്പനശാലകൾക്കും കൂടി പ്രാവർത്തികമാക്കണം എന്നതാണ് താങ്കളുടെ. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ 1011 ബാറുകളുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകൾ 348 ഉള്ളൂ. അതും ഈക്വൽ. ഈ 348 ഔട്ട്ലെറ്റ് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ അത് 15,000 പേർക്കൊരു ഔട്ട്ലെറ്റുണ്ട്. കേരളത്തിൽ 1,28,000 പേർക്കാണ് ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. അത് തെറ്റല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിലെ നല്ല കാര്യങ്ങളും കൂടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്യണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും വിലയില്ല. അതുപോലെ തന്നെ അവിടെ അളവ്, ഇവിടെ 150 ml മദ്യം കിട്ടും. പക്ഷേ മറ്റ് കർണാടകയിലും തമിഴ്നാട്ടിൽ കിട്ടുന്നത് 90-ൻ്റെയും 60-ൻ്റെയും അളവിലുള്ള ടെട്രാ പാക്കിലുള്ള മദ്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊക്കെ മദ്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അളവ് കുറഞ്ഞത് 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ അല്ലെങ്കിൽ 375 അങ്ങനെയൊക്കെയുള്ള അളവുകൾ മാത്രമേ കൊടുക്കുന്നത് ബാറുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ബാറിൽ ചെന്ന് വേണമെങ്കിൽ ഒരു 30 കുടിക്കാം, അല്ലെങ്കിൽ 60 ml 30 ml 60 ml ഒക്കെ വാങ്ങിച്ചാൽ കിട്ടും. അത് ഒഴിവാക്കണം. ഈ തുല്യത ഉണ്ടാകണം, നീതി
ബെഫ്കോയുടെ ഔട്ട്ലെറ്റിനും മാർക്കറ്റ് ഫെഡിന്റെ ഔട്ട്ലെറ്റിനും ഇതിപ്പോ ബാറുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും കിട്ടണം എന്നുള്ള അഭിപ്രായം. സർക്കാരിന് സാധാരണക്കാരെ ഇങ്ങനെ കുടിപ്പിച്ച് കിടത്തണം എന്നതല്ല സർക്കാരിന്റെ നയം. നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്ന ന്യായീകരണം. എന്ത് ന്യായീകരണം ഉണ്ടായാലും ഈ സാധാരണക്കാർ, ഞാൻ ചോദിക്കാം, കേരളത്തിലെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് 22 വർഷത്തോളമായി മദ്യം നിരോധിച്ചിട്ട് ട്രൈ ലാൻഡാണ് അവിടെ. അവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യാജമദ്യം വിൽക്കപ്പെടുന്നത് ഇപ്പോഴും. അവിടെയാണ് വഴിയിലൊക്കെ കിടക്കുന്ന ഫോട്ടോ ഒക്കെ മീഡിയയിലൊക്കെ കണ്ടുകൂടെ, വഴിയിലൊക്കെ കിടക്കുന്ന സ്ത്രീകൾ വരെ കുടിച്ചിട്ട് കിടക്കുന്നില്ലേ. അതുപോലെ തന്നെ അതിൻ്റെ എതിരായിട്ടുള്ളൊരു സംഭവമുണ്ട്. മാഹി, കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെ ഇടയ്ക്കില്ലേ മാഹി, അവിടെ 10 കിലോമീറ്റർ സ്ക്വയർ ഇതുള്ളൂ, വിസ്തീർണമുള്ളൂ. അതിൻ്റെ അകത്ത് 62 ബാറുണ്ട്. അവിടെ ആരും വഴി കിടക്കുന്നില്ലല്ലോ. കുടിച്ച് എല്ലാവരും നശിക്കുകയാണോ? അതല്ല, ബാർ ഓപ്പൺ ചെയ്ത് വെച്ചില്ല. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വേണമെന്ന് പറയുന്നത് ഈ വിദേശ മദ്യം എന്ന് പറയുന്നത് വെറും ഈ ചേരപ്പാമ്പാണ്. പക്ഷേ ഈ MDMA പോലെയുള്ളത് കിങ് കോബ്രയാണ്. അതുപോലെ വലിയ മാരകമായ വിഷമാണ് അതൊക്കെ, ഈ MDMA, രാസലഹരിയൊക്കെ. അതാണ് നമ്മളിപ്പം കൂടുതൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ചെയ്യേണ്ടതും. ഈ മദ്യം വെറും ചേരപ്പാമ്പാണ്, വിഷമുള്ളതല്ല. ഇത് കമ്പയർ ചെയ്യുമ്പം, ഈ രാസലഹരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വെറും ചേരപ്പാമ്പ്. മറ്റേത് രാജവെമ്പാലയാണ് ഈ MDMA, അതുപോലെ ഈ സ്റ്റാമ്പുകൾ, ലഹരികൾ, എന്തെല്ലാം പുതിയ പിള്ളേർ കഴിക്കും. കൊച്ചു പിള്ളേർ വരെ കഴിക്കുന്നുണ്ട്. മദ്യം കഴിച്ചിട്ട് വന്ന ഒരു സ്കൂളിൽ പോകുന്ന ഒരാൾ മദ്യം കഴിച്ചിട്ട് വന്നാൽ അറിയാൻ പറ്റും, ഒരു മണം ഉണ്ടാവും. മറ്റേതാണെങ്കിൽ അറിയത്തില്ല, സ്വഭാവവിശേഷങ്ങൾ വരുമ്പോഴേ ഉള്ളൂ. അന്നേരത്തേക്ക് അവന് അടിമയായി കഴിഞ്ഞിരിക്കും. മദ്യത്തിന് അത്രയും പെട്ടെന്ന് അടിമയാകുന്നില്ല. പക്ഷേ രാസലഹരിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുകയും ഇതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നടപടികളും ഒക്കെ നടത്തേണ്ടതും എല്ലാവരും എതിർക്കേണ്ടതും ഈ രാസലഹരിക്ക് വേണ്ടിയിട്ടാണ്. രാസലഹരിയെ എതിർക്കാം. അപ്പോൾ തന്നെ മദ്യത്തെ അനുകൂലിച്ചുകൊണ്ട് എന്ന നിലയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സാഹചര്യം, വിവിധ അഭിപ്രായമുള്ളവരുടെ താല്പര്യം എന്താണ്, എങ്ങനെ ഈ തീരുമാനം സമൂഹത്തെ ബാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നത് പരിശോധിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി മേരി ജോർജ്. ഫിലിപ്പോസ് ഇവിടെ പറയുകയാണ്, ഇത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് വരണം. അതായത് ബാറുകൾക്ക് മാത്രം ഈ ഇളവ് പോരാ, സാധാരണ ഈ ബിവറേജസിലും മറ്റും പോയി മദ്യപിക്കുന്നവർക്ക് കൂടി ഇത് ലഭ്യമാക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് പറയുന്നത്. വോട്ട് ചെയ്യുന്നത് ഞങ്ങളാണെന്നുള്ള ബോധ്യം സർക്കാരിന് വേണം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷെ നോക്കൂ, വലിയ വിമർശനം സമൂഹത്തിൽ ഉയരുന്നുണ്ട്. വലിയ തോതിൽ മദ്യ ലഭ്യത ഇങ്ങനെ ഉണ്ടാകുന്നത് സർക്കാർ തന്നെ പറയുന്ന അവരുടെ നയത്തിന് വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നിയന്ത്രണങ്ങൾ ഇങ്ങനെ ഇളവ് ചെയ്തു കൊടുത്താൽ മദ്യ ലഭ്യത കൂടിയാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നത് ചൂണ്ടിക്കാട്ടുന്നു. അത് അക്രമ സംഭവങ്ങൾ മുതൽ സാമൂഹിക പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് പുതിയ ഈ നീക്കത്തെ ടീച്ചർ നോക്കിക്കാണുന്നത്? അതായത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം എന്നതായിരുന്നു നേരത്തെ UDF ഗവൺമെൻറ് നിലവിലിരുന്നപ്പോൾ തീരുമാനിച്ചിരുന്നത്. അതേ തീരുമാനം തന്നെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഈ പറയപ്പെട്ട മദ്യവിൽപ്പനശാലകളുടെയും ബിവറേജസിൻ്റെയും ഒക്കെ സ്ട്രെങ്ത് കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് LDF ഗവൺമെൻറ് 10 വർഷം മുൻപ് ഭരണത്തിൽ വരുന്നത്. അന്ന് പക്ഷേ ആ 2015-16 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മദ്യഷാപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. അതുപോലെ തന്നെ വിലയിലും, അതായത് ഓരോ ബജറ്റും വരുമ്പോൾ ബജറ്റ് ഡിസ്കഷനല്ല പ്രീ ബജറ്റ് ഡിസ്കഷൻ വേളയിൽ ഞാനൊക്കെ പറയാറുണ്ട്, മദ്യത്തിൻ്റെ വില ഇനിയും വർദ്ധിപ്പിച്ചാൽ അത് കാസ്കേഡിങ് ഇഫക്റ്റ് ഉണ്ടാക്കും. അതായത് ഇവിടത്തേക്കാൾ വില കുറഞ്ഞ രീതിയിൽ മദ്യം തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ബോർഡറിൽ താമസിക്കുന്നവർ ഗ്രൂപ്പായിട്ട് പോയിട്ട് മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ അങ്ങനെ അവർക്കാണ് ആ മദ്യത്തിൻ്റെ റവന്യൂ പോവുക, നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ പോലും വാദിക്കാറുള്ളതാണ് ഞാൻ. പക്ഷേ ഞാനിപ്പോൾ ഇത് നേരത്തെ ഇവിടെ വിവരിച്ചുകൊണ്ടിരുന്ന മാന്യദേഹം സംസാരിച്ചതുപോലെയല്ല, അതിൻ്റെ നേരെ വിപരീത ദിശയിൽ ചിന്തിക്കാനും സംസാരിക്കാനുമാണ് എനിക്ക് താല്പര്യം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കേരള ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒറ്റ കാര്യം ശ്രീമതി മേരി ജോർജ്, ഇവിടെ ഇന്ന് മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അതിൻ്റെ വാക്കുകൾ നോക്കിയാൽ അവർക്കൊന്നും ഈ തീരുമാനങ്ങളിൽ വിരുദ്ധ അഭിപ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. അടിസ്ഥാനപരമായി ഇതിനോട് യോജിക്കുന്നവരാണ്. പക്ഷേ വോട്ട് മറ്റ് ചില കൺസേൺസ് കൊണ്ട് പുറമേക്ക് പറയുന്ന അഭിപ്രായങ്ങൾ മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാഷ്ട്രീയ അതിഥികളെ ഒഴിവാക്കിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പല വശങ്ങൾ പരിശോധിക്കുക, രാഷ്ട്രീയം മാറ്റി നിർത്തി എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രാഥമികമായി പറഞ്ഞോളൂ. അതെ, അപ്പോൾ ഞാൻ ഈ അതിൻ്റെ പ്രാഥമിക ആവശ്യം തന്നെ, മദ്യം ഇവിടെ ഇപ്പോൾ രാത്രി 12 വരെ വിൽക്കണം എന്ന് പറയുന്നു. അത്
മദ്യഷാപ്പുകളിലേക്കും കൂടി മാറ്റണമെന്ന് വ്യക്തികൾ പറയുന്നു. വോട്ട് ചെയ്യുന്നത് ഞങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ ഓർക്കണം, വോട്ട് ചെയ്യുന്നതിൽ സ്ത്രീകളുമുണ്ട്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയാണെന്നറിയോ? സെക്സ് റേഷ്യോ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് ഓർക്കണം. ആ സ്ത്രീകൾ ആരെയാണ് പിന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ താല്പര്യപ്പെടുക? ഇങ്ങനെ മദ്യത്തിൽ മുഴുകി ജീവിക്കാം, അല്ലെങ്കിൽ മദ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് വിചാരിക്കുന്നവരെ അല്ല. അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുകയും, അതായത് ആരോഗ്യകരമായ ഒരു കുടുംബം, അങ്ങനെ ആരോഗ്യകരമായ കുടുംബം, ആരോഗ്യകരമായ സമൂഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ മദ്യം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യദേഹം ഈ പറയപ്പെട്ട മയക്കുമരുന്നുകളെ, തീർച്ചയായിട്ടും മയക്കുമരുന്നുകൾ പൂർണ്ണമായിട്ടും നിരോധിക്കേണ്ടതാണ്. അങ്ങനെ പിടിക്കപ്പെടുന്നവരെ വലിയ കർശനമായ രീതിയിൽ ശിക്ഷിക്കുകയും അവർ പുറത്തു വരാത്ത രീതിയിൽ, അതായത് വീണ്ടും മയക്കുമരുന്നിലേക്ക് പോകാത്ത രീതിയിൽ നോക്കുകയും ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. സർക്കാർ ഇപ്പോൾ അതാണ് നോക്കുന്നത്. അതായത് നമ്മുടെ തനത് വരുമാനം എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയേതര മാർഗങ്ങളിലൂടെ സംസ്ഥാനം സമാഹരിക്കുന്ന വരുമാനമാണ് തനത് വരുമാനം. ആ തനത് വരുമാനത്തിൻ്റെ 25 മുതൽ 35% വരെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മദ്യം. അതാണ് സർക്കാരിന് ഇപ്പോൾ ഇതിൻ്റെ വിൽപ്പന കൂടുതൽ സമയത്തേക്ക് നീക്കാനുള്ള വർദ്ധിപ്പിക്കാനുള്ള കാരണം ആയിരിക്കുന്നത്. അപ്പം ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ സോഴ്സ് സാധ്യമാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് മദ്യത്തിൻ്റെ വിപണനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ സോഴ്സ് അനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ്റിന് വേറെ എന്തെല്ലാം സാധ്യതകൾ മുൻപിൽ കിടക്കുന്നു? ഉദാഹരണത്തിന് നിങ്ങൾ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെൻ്റ് എടുത്തു നോക്കുക. 21,000 കോടി രൂപയിലധികമാണ് കുടിശ്ശിക പിരിക്കാൻ കിടക്കുന്നത്. എന്തുകൊണ്ട് കാര്യക്ഷമമായിട്ട് ഗവൺമെൻറ് ആ കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല? CAGയുടെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കുക. കുടിശ്ശിക പിരിക്കാത്തതിനെ പറ്റിയുള്ള കർശനമായ വിമർശനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സോഴ്സസ് കിടക്കുകയാണ്. ഞാൻ ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും. അങ്ങനെയുള്ള സോഴ്സസിലേക്ക് ഒന്നും കണ്ണുവയ്ക്കാതെ ഈസി ആയിട്ട് പോക്കറ്റിൽ നിന്ന് പണം എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാത്തരം ക്ഷേമ കോൺട്രിബ്യൂഷൻസ് നൽകി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഓർമ്മിക്കുക, ഞാൻ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി ഒരു സർവേ നടത്താൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു സർവേ നടത്തിയുണ്ടായി കേരളത്തിൽ. ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഈ വനിതകൾ പറയുന്നത്, കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് നടത്തുന്ന വനിതകൾ പറയുന്നത്. അതായത് ഞങ്ങൾ ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങളുടെ കുട്ടികൾ ഉപ്പും കഞ്ഞിയും അല്ലാതെ എന്തെങ്കിലും കറികൾ കൂട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങിയത്, വസ്ത്രം ഇട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. എന്താണ് കാരണം? അതിനു മുൻപ് ഭർത്താവ് ജോലിക്ക് പോയി കിട്ടുന്ന പണത്തിൻ്റെ നല്ല ഭാഗവും മദ്യശാലയിൽ ചെലവഴിക്കും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വെച്ചിരിക്കുന്ന ചോറ് പോലും തെറിപ്പിച്ച് കളയുന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റമുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ സാധാരണ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതുപോലെ മദ്യത്തിൽ മുക്കി കുടുംബങ്ങളെ ഇല്ലാതെയാക്കുകയല്ല ചെയ്യേണ്ടത്. മദ്യത്തിൽ നിന്ന് ക്രമേണ അവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക. മദ്യം വിറ്റോട്ടെ, കുഴപ്പമില്ല. കാരണം അത് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ എല്ലാ കാലത്തും ഉള്ള ഒന്നാണ്. പക്ഷേ അതിന് പരിധികൾ വേണം. പരിധിയില്ലാത്ത മദ്യം വഴിയായിട്ട് ചെയ്യാം. അത് ആരുടെ കയ്യിലേക്ക് എത്തണം? അതായത് പാവപ്പെട്ടവർക്ക് അപ്രോച്ചബിളായ രീതിയിൽ മദ്യത്തിൻ്റെ വില, അവർ കഴിക്കുന്ന മദ്യത്തിൻ്റെ വില കുറച്ച് വെക്കണം. അല്ലെങ്കിലാണ് മരിജുവാനയിലേക്കും മറ്റതിലേക്കും ഒക്കെ ഇവർ പോകുന്നത്. കാരണം ഒരു കുപ്പി മദ്യം കഴിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഒരു തരി ഉണ്ടെങ്കിൽ മയക്കുമരുന്ന് കൊണ്ട് അവർക്ക് ഇതുപോലെ ആഘോഷമാക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ മദ്യത്തിൻ്റെ വില കുറച്ച് വെക്കണം. ആ മദ്യത്തിൻ്റെ വില കുറച്ച് വെക്കുന്നതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട എല്ലാ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരെയും ചേർത്ത് പിടിക്കലാണ് ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യമെങ്കിൽ അത് LDF ഫിലിപ്പോസ് പറഞ്ഞത് ദരിദ്രരായ അല്ലെങ്കിൽ ബാറുകളിൽ പോയി മദ്യപിക്കാൻ പറ്റാത്ത മദ്യപാനികളെ കൂടി ചേർത്ത് നിർത്തണം സർക്കാർ എന്ന് പറയുമ്പോഴാണ് മേരി ജോർജ് പറയുന്നത് ചേർത്ത് നിർത്തേണ്ടത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ്. അവരുടെ കുടുംബ വരുമാനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ തീരുമാനങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ് മേരി ജോർജ് ഇവിടെ. ശ്രീ കെവിൻ മാത്യു സണ്ണി, നോക്കൂ, ഈ മദ്യ നയത്തിൽ ഇളവ് വരുത്താൻ അല്ലെങ്കിൽ മദ്യവർജനം പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന സർക്കാർ ഉദാരമായി മദ്യവിൽപ്പനശാലകൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ടൂറിസമാണ്. എപ്പോഴും ടൂറിസം വികസനം ചൂണ്ടിക്കാട്ടി ആ കേന്ദ്രങ്ങളിൽ ഇളവുകൾ നൽകുക. ഈ സമയക്രമം ഓൾറെഡി ടൂറിസം സെന്ററുകളിൽ ഉള്ളതാണ്, അതിപ്പോൾ ഏകീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി പറയുന്നുണ്ട്.
മറ്റൊന്ന് ടെക് മേഖലയിലുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയാണ്, അവരുടെ പ്രവർത്തന സമയം, അവരുടെ വർക്കിംഗ് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എപ്പോഴും ആ ഇളവുകൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടും നൽകുന്നത്. ഇതൊരു അനിവാര്യതയാണോ? ടൂറിസം വികസനത്തിനും ടെക് സംരംഭങ്ങൾ വികസിക്കുന്നതിനും അവിടുത്തെ ജീവനക്കാർക്കുമൊക്കെ മദ്യമില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉദാരമായി മദ്യം ലഭിക്കണം, എന്നാൽ മാത്രമേ അവിടെ വികസനവും വളർച്ചയും ഉണ്ടാകൂ എന്ന യാഥാർത്ഥ്യമുണ്ടോ? ശരിയാണ്. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ മദ്യനിരോധനം, ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ നോക്കിയാലും ഒന്ന് മദ്യനിരോധനം എന്ന് പറയുന്ന സാധനത്തിനോട് ഉള്ള ഒരു വിയോജിപ്പ് തന്നെ. കാരണം നമ്മൾ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ആൻഡ് മദ്യനിരോധനം എവിടെയൊക്കെ ലോകത്ത് പല സ്ഥലത്തും ഇത് പല ഗവൺമെൻറ്റുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു സാമൂഹ്യ വിപത്തായി മാറുന്നൊരു കാഴ്ചയും കണ്ടിട്ടുണ്ട്. അപ്പം മദ്യനിരോധനം, കണ്ണടച്ചുള്ളൊരു മദ്യനിരോധനം കണ്ണടച്ചിരുട്ടാക്കൽ തന്നെയാണ്. അതുകൊണ്ട് സമൂഹത്തിന് ഒരു സൊല്യൂഷന്, ഒരു ബെറ്റർമെൻറ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു റിയലൈസേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം അതൊരു സത്യമാണ്, അത് കണ്ടറിഞ്ഞ ഒരു കാര്യമാണ് ലോകത്തിൻ്റെ പല ഭാഗത്ത്. ഇനി അതുകൊണ്ട് തന്നെ മദ്യനിരോധനം എന്ന് പറയുന്നൊരു വിഷയത്തെ ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അത് മദ്യനിരോധനത്തിന് പകരം വേണ്ടത് നല്ല എഡ്യൂക്കേഷൻ, നല്ല ഇനിഷ്യേറ്റീവുകളാണ്. ഒരു സോഷ്യൽ മോഡിഫിക്കേഷനുള്ള ഇനിഷ്യേറ്റീവുകൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വരണം. അത് നിർബന്ധമായും വരണം. അതൊന്ന്. 2, ഈ നമ്മുടെ മലയാളിയുടെ മദ്യപാന ശീലം തന്നെ മാറേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഇവിടെ ബാറുകളിൽ പലപ്പോഴും ഉള്ളതെല്ലാം തന്നെ ഫോറിൻ ലിക്കറാണ്. അത് നമ്മുടെ നാട്ടിലെ പനങ്ങളിലും തെങ്ങുകളിലും കുടിച്ചിരുന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം അതിൻ്റേതായ ആ ലിക്വറിന് അതിൻ്റേതായ ഒരു ശീലമുണ്ട്. അതുപോലെ അല്ല ഈ ഫോറിൻ ലിക്കർ കുടിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ മലയാളിയുടെ ശീലങ്ങൾ മാറേണ്ടതുണ്ട്. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന സാധനമൊക്കെ വരേണ്ടതുണ്ട്. അതിനോടൊന്നും ഒരു വിയോജിപ്പുമില്ല. അപ്പം അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവുകൾ വരണം. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പം രേണു ചോദിച്ച പോലെ മദ്യം ഇല്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ മദ്യം ഒഴിച്ചുകൂടാനാവാത്തതിൻ്റെയോ അല്ല, മറിച്ച് ഇപ്പം മദ്യം ലോകത്ത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ മദ്യപിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നുകൊണ്ട് ഈവൻ നമ്മുടെ എല്ലാവരിലും അങ്ങനെ ഒരു മദ്യപാന ശീലം അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും. ഞാൻ ചോദിക്കുന്നത്, ടെക് സംരംഭകൻ കൂടിയാണല്ലോ താങ്കൾ. ടെക്കികൾക്കിടയിൽ ഈ പറയുന്നത് പോലെ അവരെ ഒരു കാരണമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നയങ്ങളിലൊക്കെ ഇളവ് വരുത്തുമ്പോൾ അവരെ ഒരു കാരണമാക്കുന്ന തരത്തിലുള്ള മദ്യ ആസക്തി ടെക് മേഖലയിലുണ്ടോ യഥാർത്ഥത്തിൽ? അതൊരു മദ്യാസക്തിയിലേക്ക് കൂട്ടി വായിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചെങ്കിൽ ഇപ്പം നമ്മുടെ തന്നെ ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഒരു ഇതിൽ തന്നെ പല സ്റ്റഡീസുണ്ട്. പല മേജർ കമ്പനീസും ഇവിടെ തിരുവനന്തപുരം ഒരു ICT പാർക്കിൽ ഇപ്പോൾ വിജയരാഘവൻ സാറിന് 90കളിൽ തുടങ്ങി നായനാർ സാറും കെ നായനാർ സാറും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ കേരളത്തിലേക്ക് ഇത്രയും ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ്. 2 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് അന്നം കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ്. അങ്ങനൊരു സാധനത്തിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും പല സ്റ്റഡീസുണ്ട്. പല മേജർ കമ്പനീസിനും ഇവിടെ ട്രെയിനിങ് മാത്രം വെക്കുന്നു. കാരണം ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നില്ല. അത് മദ്യം ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല. മദ്യം എന്നും ഇവിടെ അവൈലബിൾ ആണ്. ബിവറേജിൽ പോയി മേടിച്ച് വീട്ടിൽ പോയിരുന്ന് കഴിക്കാം എന്ന് പറയുന്ന സാധനം എന്നും അവൈലബിൾ ഉണ്ട്. പക്ഷെ മറിച്ച് ഈ ബാറുകൾ അല്ലെങ്കിൽ ഈ റെസ്റ്റോ ബാറുകൾ ഇതൊക്കെ ഒരു സോഷ്യലൈസിങ് സെൻറ്റേഴ്സാണ്. അവരുടെ സാമൂഹിക ഹെൽത്തിനെ വീട്ടിൽ പോയൊരു കുപ്പി മേടിച്ച് തീർക്കാം, അതല്ല അതിൻ്റെ ഇത്. മറിച്ച് പോയിരുന്ന് ഒരു 2 ഡ്രിങ്ക് കഴിച്ച് അതിനോടൊപ്പം ഭക്ഷണം കഴിച്ച് ആൾക്കാർ പരസ്പരം സംവദിച്ച്. കാരണം ഇന്ന് ലോകം മൂവ് ചെയ്യുന്നിടത്തൊരു പലതും ആൾക്കാർ മിസ് ഔട്ട് ചെയ്യുന്നത് സോഷ്യലൈസിങ് ആണ്. മറ്റേ രാവിലെ വരുന്നു, ഓഫീസിൽ വരുന്നു, ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാർ അതിന് മദ്യം കൂടെ ഉണ്ട്. അതിനൊരു കാറ്റലിസ്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് അംഗീകരിക്കുന്നു. പക്ഷെ അതൊരിക്കലും ഒരു ഡേഞ്ചറസ് ആൽക്കഹോളിസത്തിലേക്കോ അഡിക്ഷനിലേക്കോ അല്ല പോകേണ്ടത്. അത് മറിച്ച് അത് പല സംസ്കാരങ്ങളും, ഇപ്പം ഈ പറയുന്ന ICT പാർക്കുകളാണെങ്കിലും ടൂറിസം മേഖലയാണെങ്കിലും ഒക്കെ പാശ്ചാത്യ മേഖലയോട് അവിടെ ഇതിന് നല്ല ഉദാഹരണങ്ങളുണ്ട്. അവിടെയും റോട്ടൺ ആപ്പിൾസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് കൊണ്ട് ചെയ്യണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സാധനം തന്നെ മാറ്റി വെക്കണം. അതിന് ദിസ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. ദിസ് ഇസ് എ പാരാമീറ്റർ. അതിൻ്റെ അകത്ത് ആ ഇക്വേഷനിൽ ഒരു പാരാമീറ്റർ മാത്രമാണിത്. അതിനൊരു ദൂഷ്യഫലങ്ങൾ. ഇനി 3ാമത്തെ കാര്യം, മേരി ടീച്ചറോട് ബാക്കി പറഞ്ഞ കാര്യങ്ങളപ്പുറത്തേക്ക് എനിക്ക് ഒരു വിയോജിപ്പ് പറയാനുണ്ട്. അത് ഈ വിഷയത്തിൽ നിന്നും ചെറുതായിട്ട് മാറി നിൽക്കുന്നെങ്കിൽ പോലും സ്ത്രീകൾ മദ്യത്തിനെതിരാണെന്ന് പറയുന്നതൊക്കെ ഒരു ഭയങ്കര പഴയ ചിന്താഗതിയാണ് ടീച്ചറെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം കഴിക്കാത്ത ആണുങ്ങളും എനിക്കറിയാം, ടീറ്റോട്ടലേഴ്സ് ആയിട്ടുള്ള ആൺ സുഹൃത്തുക്കളും എനിക്കുണ്ട്, മദ്യം കഴിക്കുന്ന സ്ത്രീ സുഹൃത്തുക്കൾ. ശരിയാണ്, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഒരു പുരുഷൻ്റെ ഈ മലയാളി പുരുഷൻ്റെ അമിത മദ്യപാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
പക്ഷെ അത് വെച്ചിട്ട് ഒരു സെക്ഷനെ മുഴുവനും അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് പോലും ഭയങ്കര മോശമാണ്. അത് ഇന്നത്തെ അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ക്ലെമന്റ്, എന്നെ കേൾക്കാമോ? ക്ലെമന്റ് ജോസഫ്, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ക്ലെമന്റ്, ഇപ്പോൾ പുതിയ ജനറേഷൻ ഒക്കെയും എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നത് പലപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പൂർണ്ണമായും ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്, അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ക്ലെമന്റിൻ്റെ അഭിപ്രായം എന്താണ്? കൂടുതലായി ഒരു സാധനം ഏതായിക്കോട്ടെ അത് ലഭ്യമാകുമ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കും. അത് ഡാറ്റ ആയാലും മദ്യമായാലും എന്ത് സാധനമായാലും അതൊരു ടെൻഡൻസി ആണല്ലോ. അപ്പോൾ മദ്യം ഇങ്ങനെ കൂടുതലായും നമുക്ക് അവൈലബിൾ ആകുന്നു, എപ്പോഴും എവിടെയും അവൈലബിൾ ആകുന്നു എന്നൊരു സാഹചര്യം സ്വാഭാവികമായും അത് ഉപയോഗിക്കാത്തവരെ പോലും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് നയിക്കും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് കരുതുന്നവരുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പം അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ഇതിപ്പം ഇവരുടെ സർക്കാരിൻ്റെ ഇതിലുള്ള വാദങ്ങളാണ് അതിലും വിചിത്രം. അതായത് സർക്കാർ പറയുന്നത് ടൂറിസം മേഖലയിലെ ബാറുകളുമായി സമയം ഏകീകരിക്കുന്നു, അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ കേരളത്തിലെ ബാറുകളുടെ ഒരു 80% ടൂറിസം മേഖലയിലൊന്നുമല്ല, സാധാരണ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഏകീകരണത്തിന്റെ ഒരു ആവശ്യം എന്താണെന്നാണ് നമുക്ക് ശരിക്കും അറിയാൻ മേലാത്തത്. അതായത് അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഏകീകരിക്കാൻ വേണ്ടി എങ്കിൽ 12 മണി എന്നുള്ളൊരു 11 മണി അല്ലെങ്കിൽ ഒരു 10 മണിയാക്കി കുറയ്ക്കായിരുന്നല്ലോ. പക്ഷെ അതിനു പകരം സമയം കൂട്ടുന്നത് വഴി ഇവിടെ ആർക്കാണ് ശരിക്കും ലാഭം കിട്ടുന്നത്? ഇതിപ്പം യൂത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂത്തിനെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. പുതിയൊരു പഠനങ്ങൾ അനുസരിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ജെൻ സി കിഡ്സില് മദ്യത്തിന്റെ ഇത് കുറയുന്നുവെന്ന്. അതായത് പലയിടത്തും മദ്യത്തിന്റെ അവര് ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ അളവ് തന്നെ കുറയുന്നുവെന്ന്. അപ്പം ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ജനതയെ ഇനി എന്നെ കൂടുതൽ അവരുടെ മനസ്സ് മാറ്റി അവരെ മദ്യത്തിലേക്ക് തള്ളിവിടാൻ തന്നെയാണോ സർക്കാരിന്റെ ഇങ്ങനത്തെ ഒരു നയമെന്നാണ് നമുക്കിവിടെ അറിയാൻ മേലാത്തത്. അതുപോലെ തന്നെ മറ്റൊരു സർക്കാരിന്റെ വിചിത്രവാദം എന്ന് പറയുന്നത് ലഹരി മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് മദ്യലഭ്യത കൂട്ടുന്നതെന്നാണ്. ഇപ്പൊ ലഹരി മരുന്നിന്റെ ഇത് കുറയ്ക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് പോലീസും എക്സൈസും ഒക്കെയാണ്. അത് പിടിക്കുകയോ അല്ലെങ്കിൽ വ്യാജമദ്യം തടയുകയൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ അവരുടെ ഒരു തോൽവിനെ മറച്ചു വെക്കാൻ വേണ്ടി മദ്യത്തിന് ലഭ്യത കൂട്ടുകയാണോ ചെയ്യേണ്ടത്? ഇതിപ്പോ മദ്യത്തിന് ലഭ്യത കൂട്ടാൻ ലഹരി മരുന്ന് കുറയുമെന്ന് ഇവർക്ക് സർക്കാരിന് എന്തെങ്കിലും പഠനങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഇതിപ്പോ ഒന്നും അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഇലക്ഷൻ വരാറായപ്പോഴത്തേക്കും ഒരു ലോബി, മദ്യ ലോബിയുടെ അല്ലെങ്കിൽ അബ്കാരി ലോബികളുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ക്വിക്കോ പ്രോക്കുക പോലെയാണ്. അതായത് ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കൂട്ടിത്തരുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികം കിട്ടണമെങ്കിൽ എന്തെങ്കിലും അതിനുവേണ്ടി സർക്കാർ നടത്തിയ ഒരു പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഇത്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോ ശരിക്കും സർക്കാർ ഇരട്ടത്താപ്പല്ല. ഇനി പോട്ട് ഇതെല്ലാം മാറ്റി സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം തികച്ചും ഒരു കച്ചവട ഒരു ഇതിനോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു നികുതി എന്നുള്ള ഒരു ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ പോലും ഇപ്പൊ സർക്കാർ ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയ്ക്കും ഇത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്ന ചെലവ് വഴി സർക്കാരിന് 1 രൂപ കിട്ടുന്നിടത്ത് 2 രൂപ ചെലവാണ് വരുന്നത്. സോ എങ്ങനെ നോക്കിയാൽ പോലും ഇതൊരിക്കലും ഒരു നല്ലൊരു തീരുമാനമല്ല. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരു ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കച്ചവടം അല്ലല്ലോ സർക്കാരിന്റെ ഒരു ഉദ്ദേശം. സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉള്ള ഒരു ഇതാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇതാണല്ലോ ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മദ്യനയം തീർച്ചയായും ഒരു കേരള ജനതയുടെ സമാധാനത്തിന്റെ നട്ടലൊടിക്കുന്ന ഒരു നയം തന്നെയാണിത്. ശരി. അപ്പോൾ പുതിയ ജനറേഷനുകളിലും യുവാക്കളിലും ഒക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ശ്രീ ഫിലിപ്പോസ്, നോക്കൂ, ഏറ്റവും സാധാരണക്കാർ ബിവറേജസ് ഔട്ട്ലെറ്റുകളായിരിക്കും ആശ്രയിക്കുക എന്നത് താങ്കൾ സൂചിപ്പിച്ചു. അവരുടെ ആവശ്യം കൂടി പരിഗണിക്കണം എന്നത് പറയുമ്പോൾ സർക്കാർ ഇവിടെ ആളുകൾക്ക് കൂടുതലായി മദ്യം എത്തിക്കുക എന്നതിനപ്പുറം ടൂറിസം മേഖലയുടെ ഒരു വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് ആ മേഖല വികസിക്കുമ്പോൾ അത് തത്തുല്യമായ തൊഴിലവസരങ്ങളും മറ്റും സൃഷ്ടിക്കുകയും സമൂഹത്തിൽ ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും. സാമ്പത്തിക നേട്ടം സർക്കാരിനെ സംബന്ധിച്ചുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ആ സാമ്പത്തിക നേട്ടത്തിനൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് നമ്മൾ വിദേശികൾക്ക്, നമ്മളുടെ നാട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് മദ്യം വിളമ്പിക്കൊണ്ട് അതിൻ്റെ നല്ലൊരു സാമൂഹിക വശം നമുക്ക് നേടാൻ കഴിയും, അത് സാമ്പത്തിക നേട്ടമായി നമുക്ക് കിട്ടും എന്നതൊക്കെയാണ്. അല്ലാതെ ജനങ്ങളെ മദ്യപിച്ച് കിടത്തുക എന്നൊരു ലക്ഷ്യം സർക്കാർ പോലും പറയുന്നില്ല. അപ്പോൾ
നിങ്ങൾ ഇങ്ങനെ ഇനി ബിവറേജസ് കോർപ്പറേഷൻ കൂടി കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കണം, ആ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണ് നല്ലതെന്ന് വരുമ്പോൾ വലിയ എതിർപ്പുകൾ ഇപ്പോൾ തന്നെ സ്വാഭാവികമായും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനും മറ്റുമൊക്കെയുള്ള സാഹചര്യമല്ലേ അത് ഉണ്ടാക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഈ സർക്കാർ പറയുന്നതല്ലല്ലോ നടപ്പിലാക്കുന്നത്. ഈ നമ്മുടെ ഇത് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വളരെ വ്യക്തമായ ഒരു ഉദാഹരണം നമ്മുടെ കയ്യിലുണ്ട്. 1996 ചാരായം നിരോധിക്കുമ്പോൾ ഇവിടെ 5600ഓളം ചാരായ ഷോപ്പുകളുണ്ടായിരുന്നു. എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലത്തും ഈ ചാരായങ്ങൾ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. എന്നിട്ടൊന്നും കേരളം നശിച്ചില്ലല്ലോ. അന്ന് 6 രൂപ കൊടുത്താലേ ഒരാൾക്ക് പൂസാകാനുള്ള മദ്യം കിട്ടുമായിരുന്നു. ഇന്ന് ആ സാധനത്തെ 600 രൂപ കൊടുക്കണം. അതാണ് ഈ വില. മാഡം പറഞ്ഞ പോലെ വില കുറയ്ക്കുകയും ചെയ്യണം. ഈ മദ്യം ഒരുപാട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും കുടിച്ച് മരിക്കത്തൊന്നുമില്ല. അത് റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അത് തന്നെയല്ല ഈ ചാരായം നിരോധിച്ചിട്ട് ഈ വിദേശ മദ്യം വന്നപ്പോഴത്തേക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വിവരം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ഇതെങ്ങനെ അപകടം കുറയ്ക്കാം എന്നുള്ളതൊന്നും ഇപ്പോഴും അവയർനെസ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. മലയാളികളുടെ സ്വഭാവം അതാണ്, ഒറ്റപ്പിടുത്തമാണ്. വെള്ളം ഒഴിക്കാതെ കുടിക്കുന്നവരുണ്ട് ഡ്രൈ ആയിട്ട്. അത് തന്നെയല്ല ഈ ബാറുകളിലൊക്കെ സ്റ്റെറെന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണമെന്നുണ്ട്. വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ സോഡ ഒഴിച്ച് ഇളക്കി സാവധാനം സിപ്പായിട്ട് കഴിക്കണം. അതൊന്നും ഇവരെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഞങ്ങളെ ഇത് ആദ്യം മുതലേ പറയുന്നൊരു കാര്യമാണ്, സ്കൂളുകളിൽ ഇത് സിലബസിൽ ചേർക്കണമെന്ന്. മദ്യത്തിൻ്റെ ദോഷങ്ങൾ അത് ചേർക്കുന്നില്ല. നമ്മൾ ഇമ്മാതൊരു പ്രൊഡക്റ്റ് കൊണ്ടത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഇഷ്ടം പോലെ ഉപയോഗിക്കുകയാണ്. മലയാളിയുടെ മദ്യപാനത്തെക്കുറിച്ചുള്ള അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ. പിന്നെ എല്ലാ ആൾക്കാരും മദ്യപിച്ചിട്ട് വീട്ടിൽ ചെന്ന് മക്കളെ അടിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയെ അടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ ചട്ടിമേലോ ഒക്കെ കമത്തിക്കളയൊന്നുമില്ല. കേരളത്തിൽ ഒരു ദിവസം ഒരു 50 ലക്ഷം പേര് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ആ 50 ലക്ഷം പേരും ഇത് നശിപ്പിക്കുന്നില്ല. ചിലരുണ്ട്, അത് അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും. 1% പോലും ഇല്ല. 0.05% അഡിക്റ്റ് ആയിട്ടുള്ള മലയാളികളിൽ. അത്രയും പേര് മാത്രമേ ഉള്ളൂ. അരുണാചൽ പ്രദേശിലൊക്കെയുള്ള 52% പേര് മദ്യപാനികളാണ്. അരുണാചൽ പ്രദേശ് പുതിയ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 52% സ്ത്രീകളും പുരുഷന്മാരും കഴിക്കുന്നുണ്ട് അവിടെയൊക്കെ. ഇവിടെ വളരെ കുറവാണ് സ്ത്രീകൾ കഴിക്കുന്നത്, ഒരു 2%, 3%. പിന്നെ മാഡം പറഞ്ഞു ഈ സ്ത്രീകൾ ഇതിനെതിരെയാണ്, അവരുടെ വോട്ടില്ലെന്ന് ചോദിച്ചു. അതിന് വലിയ സ്ത്രീകളാരും ഈ മദ്യത്തിനെതിരെ വോട്ട് ചെയ്തിട്ടില്ല. കാരണം 96 കഴിഞ്ഞിട്ട് വന്ന ഇലക്ഷനിൽ LDF ജയിച്ചു. അവർ മദ്യം നിരച്ചില്ല. ഇതുപോലെ 2016 ഉമ്മൻചാണ്ടി ബാറുകളും അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ എണ്ണങ്ങളും കുറച്ചു. അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിലും അപ്പോൾ മദ്യത്തെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടിട്ടുണ്ട് അവർ. കാരണം മദ്യ നിരോധനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് നിരോധനമോ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഏതെങ്കിലും ഈ 3 ഗ്രൂപ്പുണ്ട്, നമുക്ക് മുന്നണികളുണ്ട്. ഈ മുന്നണികളിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങൾക്ക് മദ്യപാനികളുടെ വോട്ട് വേണ്ടെന്ന്? പറയുന്നില്ല. ഇപ്പോൾ വോട്ട് ജയിക്കണമെങ്കിൽ അവരുടെ വോട്ട് വേണം. 80 ലക്ഷം പേരുടെ വോട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിയോജകമണ്ഡലമോ അല്ലെങ്കിൽ 2 നിയോജകമണ്ഡലമോ ഒക്കെ ഒരു 50% നിയോജകമണ്ഡലങ്ങളിലും 10,000 വോട്ടിന് താഴെയാണ്. പക്ഷേ അത് മദ്യം ഉപയോഗിക്കുന്നവരാണ്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണികൾക്ക് ആർക്കെങ്കിലും പറയാം സമ്പൂർണ്ണമായ മദ്യം നിരോധിക്കും ഞങ്ങൾ ജയിച്ചാൽ എന്ന് പറയാൻ UDFനോ BJPക്കോ LDFനോ പറ്റുമോ? പറ്റത്തില്ല. ആരും പറയത്തില്ല. അവരുടെ വോട്ടുകൂടെ വാങ്ങിച്ച് ജയിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പിലോ കടന്ന് ഇങ്ങനെ മദ്യനിരോധനം ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാനല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള ധൈര്യവും ഇല്ല. മദ്യത്തെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാഠം പഠിച്ചിട്ടുണ്ട്, പഠിക്കും. പിന്നെ ഇത് ഇപ്പോഴും ഈ മദ്യത്തെക്കാളും ദോഷം ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ മാർക്കറ്റിലുണ്ട്. പിള്ളേർ കോളേജുകളിലും സ്കൂളുകളിലും മുറുക്കാൻകടയിലൊക്കെ കിട്ടുന്നുണ്ട് ഈ ലഹരി. അതിനെക്കുറിച്ചാണ് അവയർനെസ് ഉണ്ടാക്കേണ്ടത്. ഇത് മദ്യത്തെക്കുറിച്ചും വേണം, പക്ഷേ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇത്രയും വലിയ ഭീകരമായ ഒരു അപകടം, വലിയ ആറ്റം ബോംബ് പോലെയുള്ള അപകടം നമ്മുടെ മുന്നിലുള്ളപ്പോഴായി മാലപ്പടക്കമോ അല്ലെങ്കിൽ ചെറിയ ബീഡിപ്പടക്കത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. രാജവെമ്പാലയാണ് ഈ ലാസ്ലഹരി. അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? അത് നിയമവശ പൈസ കിട്ടുന്നില്ല. നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് സർക്കാരിന്റെ ഭാഗമായി തന്നെ എന്നതായിരിക്കും അതിനുള്ള ന്യായം. പക്ഷെ അത് മതിയായതാണോ എന്ന് എനിക്കറിയില്ല. അല്ല മാഡം, കേരളത്തിലെ എക്സൈസും പോലീസും വളരെ വിദഗ്ധമായിട്ട് അതിന് നിയന്ത്രണം കൊടുക്കുന്നുണ്ട്. അവർ മിടുക്കരാണ്, അവർ ഭയങ്കര സമർത്ഥരുമാണ്. അത് കാര്യത്തിലൊക്കെ ആണ്. പക്ഷേ അതിലൊക്കെ ഒരു ദിവസം അതിൻ്റെ വരുന്നതിൻ്റെ 50% പോലും പിടിക്കപ്പെടുന്നുള്ളൂ. അത് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ചെയ്യുക. അത് ആദ്യം വേണ്ടത് കുട്ടികളെ, ഇപ്പോൾ ഈ പ്രായമായവരെ വിടുക, അവർ കുടിച്ചു, അവർ നശിച്ചു. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കുക. അവരുടെ 5ാം ക്ലാസ് മുതലോ 6ാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതലോ ഈ മദ്യത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക, അവരെ പിന്തിരിപ്പിക്കുക.
അപ്പോഴേ അങ്ങനെയല്ല വർജനം നടത്താനുള്ള ശ്രമം നടത്തുക. മദ്യത്തെ ഉപേക്ഷിക്കാനായിട്ട് പിള്ളേരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുക, അവർക്ക് വേറെ മാർഗ്ഗങ്ങൾ കൊടുക്കുക, എൻ്റർടൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറ്റുമ്പോൾ പയ്യെ പയ്യെ മാറും. അതല്ലാതെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അങ്ങനെ മാറാൻ സാധ്യതയില്ല. ശരി, മദ്യവർജനം ആരുടെ ഉത്തരവാദിത്വം എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ശ്രീമതി മേരി ജോർജ്, ഇന്ന് മന്ത്രിയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ നയം മദ്യവർജനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ബോധവൽക്കരണം നടത്തും. ഈ എതിർക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, സംഘടനകളുണ്ടല്ലോ, അവർ ബോധവൽക്കരണം നടത്തട്ടെ എന്നതാണ് മിനിസ്റ്റർ ചൂണ്ടിക്കാട്ടുന്നത്. ഞങ്ങളുടെ പാർട്ടി പറയുന്നുണ്ടല്ലോ മദ്യവർജനം വേണം എന്ന കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആരുടെ ഉത്തരവാദിത്തമാണ് ഈ മദ്യവർജനത്തിലേക്ക് ആളുകളെ എത്തിക്കേണ്ടത് എന്നതുണ്ടല്ലോ. ഒരു ഭാഗത്ത് മദ്യം ആവശ്യത്തിന് ലഭ്യമാക്കിക്കൊണ്ട് അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ ടൂറിസം വികസിക്കണമെങ്കിൽ മദ്യം ഒഴുക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ടെക് വ്യവസായം നല്ല രീതിയിൽ പോകണമെങ്കിൽ മദ്യം. പക്ഷേ ഇതൊക്കെ ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് കണക്കുകളാണ്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും പ്രസക്തമാണ്. ഇപ്പം മന്ത്രി പറഞ്ഞത് വേണ്ട രീതിയിൽ അവരെ ബോധവൽക്കരണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള നയരൂപീകരണം നടത്തുകയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, സാധാരണ നമ്മൾ പറയാറുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അയ്യോ എനിക്ക് കൈക്കൂലി വേണ്ട 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 എന്ന് പറഞ്ഞ് ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞ് ഒരു കൈ കൊണ്ട് വേണ്ട എന്ന് പറയുകയും മറു കൈ കൊണ്ട് ഇങ്ങ് തരാൻ പറഞ്ഞ് ചോദിക്കുകയും ചെയ്യുന്ന രംഗം, ആ രംഗമാണ് എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്. ശരിക്ക് നമ്മുടെ കലാശാലകളെ ഒന്ന് ഓർക്കുക. അവയൊക്കെ കലാപശാലകളായി മാറുകയാണ്. അങ്ങനെ കലാപശാലകളാക്കി മാറ്റുന്നത് ആരാണ്? രാഷ്ട്രീയക്കാരാണ്. ഏത് തരം രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട. കലാപശാലകളാക്കി കലാശാലകളെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയധികം ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കലാപശാലകളിൽ മദ്യവും കൂടി, അതായത് തനിയെ വരും, അതാരും കൊണ്ടുവന്ന് കൊടുക്കണ്ട. അവിടെ ആരുടെയും വാക്കുകൾക്ക് പ്രസക്തിയില്ല. അധ്യാപകർ ആ തരത്തിൽ അവരെ ബോധവൽക്കരണം ചെയ്യുന്നുണ്ടോ? നേരത്തെ സുഹൃത്ത് സംസാരിച്ചതുപോലെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് മുതലേ പതുക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ശീലങ്ങളിലേക്ക് കുട്ടികൾ വഴുതി വീഴാതിരിക്കാനുള്ള ആഹ്വാനങ്ങൾ നടത്തേണ്ടതാണ് അവർക്ക്. ഉദാഹരണത്തിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഫാക്ടറുണ്ട്, ഒരു വലിയ പ്രധാനപ്പെട്ട തിയറി. അതിനെ ലാറ്റെ ഫാക്ടർ, ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന ലാറ്റെ ഫാക്ടർ എന്ന് പറയും. എന്താണ് ഈ ലാറ്റെ ഫാക്ടർ? ആദ്യകാലത്തൊക്കെ ജസ്റ്റ് ഒരു ഒറ്റ പെഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്താണ് പറയുക, നമ്മൾ ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ അതുപോലെ ഏത് മേഖലയിലുള്ള ആ വ്യക്തി തുടങ്ങുന്നത് ഒരു പെഗ്ഗിലായിരിക്കും. അത് കഴിച്ചിപ്പോൾ എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇരുന്ന് സംസാരിച്ചു, അങ്ങനെ അങ്ങ് പോകുന്നു. അതൊരു ടൈം പാസിനായിട്ട്, ഒരു തമാശ, ഒരു രസമായിട്ട്, ഒരു എൻ്റർടൈൻമെൻ്റായിട്ട്, ഒരു കൂടിച്ചേരലായിട്ട്. പക്ഷേ ആ ഒരു പെഗ് എന്നുള്ളത് വളർന്ന് നിരവധി പെഗ്ഗുകളിലേക്കും ഒരു മുഴുക്കുടിയനിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ ലാറ്റെ ഫാക്ടർ എന്ന് പറയുന്നത് അതുപോലെ ചെറിയ ചെലവുകൾ തുടങ്ങി അത് വലിയ ചിലവായി തീർന്ന് കുടുംബത്തെ വിഴുങ്ങുന്ന ചിലവായി മാറുന്ന അവസ്ഥയിലേക്ക് സ്വഭാവം മാറുമെന്നുള്ളതാണ് ആ ലാറ്റെ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ അതിന് ഏറ്റവും സാധ്യത മയക്കുമരുന്നിൻ്റെ കാര്യത്തിലും മദ്യത്തിൻ്റെ കാര്യത്തിലുമാണ്. ചെറിയ ഡോസിൽ തുടങ്ങുക, അത് ക്രമേണ വളർന്ന് വലിയ ഡോസാക്കുക, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ അങ്ങനെ കേരളം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലെ അത് കണ്ട് ആകുലപ്പെടുന്ന ഒരു സമൂഹം, ഒരു പക്ഷേ 60+ പോപ്പുലേഷൻ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഇതേപ്പറ്റി വിഹുലതകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവുക സാധാരണമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വരാനിരിക്കുന്ന തലമുറ അവരെങ്ങനെയാണ് പോവുക, അവരുടെ മുന്നേറ്റം എങ്ങനെയാണ്, അതിനെ എങ്ങനെ ഒന്ന് ശാന്തമാക്കി നല്ല രീതിയിൽ, അതായത് വളർച്ചയിലേക്കും വികസനത്തിലേക്കും നമ്മുടെ വരും തലമുറയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? കുറേ സാമ്പത്തിക ഇതുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എൻ്റർടൈൻമെൻറ്റ്സ് നടത്തി അത് ടൂറിസത്തിന് വേണ്ടിയാണെന്ന് പറയുക. ഈ ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസം എന്നൊരു ടൂറിസം ഉണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കേണ്ടത് ടൂറിസത്തിലും ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വേണം. ഈ കേരളീയർ ഇവിടുന്ന് ഏഷ്യൻ കൺട്രീസിലേക്ക്, എന്താണ് പറയുക, സിംഗപ്പൂർ പോലെയുള്ള
ഏഷ്യൻ കൺട്രീസിലേക്കോ അല്ലെങ്കിൽ യൂറപ്പിലേക്കോ ഒക്കെ ടൂർ പോകുന്നത് അവിടെ പോയി മദ്യസേവ നടത്താൻ വേണ്ടിയാണോ? കുടുംബസമേതം ടൂർ പോകുന്നത് സുഹൃത്തുക്കളും ഒത്ത് മദ്യം സേവിക്കാൻ വേണ്ടിയാണ്? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളും എനിക്ക് വിശ്വാസമില്ല അവർ മദ്യസേവയ്ക്ക് വേണ്ടി വരുന്നതാണെന്ന്. കൂടുതൽ ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടായെന്നോർത്ത് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമെന്ന് പറയുന്നത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തത്വമേ അല്ല. കാരണം ടൂറിസ്റ്റുകൾ എവിടെ, ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും കുടുംബമായിട്ട്, ഇപ്പോൾ സുഹൃത്തുക്കൾ 2 പുരുഷന്മാർ മാത്രമായിട്ട് മൂന്നാറിന് പോകുന്നു എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷേ കുടുംബത്തോടു കൂടി അങ്ങനെ പോകുന്നവർ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല മദ്യപാനത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്നവരാണെങ്കിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും അവരാരും മദ്യപിക്കാൻ വേണ്ടിയല്ല വിനോദസഞ്ചാരത്തിന്. കുടുംബത്തോടു കൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കൂടിയൊക്കെ ഒന്ന് സന്തോഷിക്കുക, അല്ലെങ്കിൽ സൈറ്റ് സീയിങ്. കേരളം മനോഹരമായ ഒരു സ്ഥലമാണ്, ഇവിടെ വന്നു പോകുക. അതിന് ഈ മദ്യം വിളമ്പിയാലേ ഇവിടെ ടൂറിസം വികസിക്കൂ എന്നില്ല. ഇവിടുത്തെ ഈ പറയപ്പെട്ട ഉണ്ടല്ലോ നമ്മുടെ സ്ട്രീറ്റ്സൊക്കെ എന്ത് ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഈ ഖരമാലിന്യം മാറ്റി വൃത്തിയാക്കുക, അങ്ങനെ ഒരു മനോഹരമായ കേരളത്തെ മനുഷ്യരാക്കി ഇട്ടിരിക്കുന്ന ആ വൃത്തികേടുകളൊക്കെ ഒന്ന് മാറ്റി വീണ്ടും മനോഹരമാക്കി പ്രദർശിപ്പിക്കാൻ പറ്റുകയാണെങ്കിലാണ് കേരളത്തിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിക്കുക. അവിടെ ടൂറിസം വകുപ്പ് റെസ്പോൺസിബിൾ ആകണം. അതുപോലെ തന്നെ മറ്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ഏതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ടോ ആ ഡെസ്റ്റിനേഷൻസൊക്കെ നീറ്റായിട്ട്, അതായത് വരുന്നവർക്കൊക്കെ കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നാത്ത പരുവത്തിൽ മനോഹരമായിട്ട് സൂക്ഷിക്കാനും കൂടി കഴിഞ്ഞാൽ അതാണ് ഇവിടെ മദ്യം കൂടുതൽ വിളമ്പി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലായിട്ട് ടൂറിസത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതായത് വരുന്നവർക്ക് പകർച്ചവ്യാധികൾ വരാതെ നോക്കണം. നമ്മുടെ വാട്ടർ കോഴ്സസൊക്കെ വൃത്തിയായിരിക്കണം. വാട്ടർ കോഴ്സസിൽ നിന്നൊക്കെ പകരുന്ന ഒരുപാട് രോഗങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരത്തക്ക രീതിയിൽ ആ ഒരു എന്താ പറയുക, നമ്മൾ എല്ലാ ടൂറിസ്റ്റ് മേഖലകളെയും വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ തരം, അതായത് മദ്യം കൊടുത്ത് ടൂറിസ്റ്റുകളെ വരുത്താമെന്നുള്ളതിന് പകരം ഇതുപോലെ റെസ്പോൺസിബിളായിട്ട് നമ്മുടെ കേരളത്തെ മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ. ഇതിനേക്കാൾ പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ കൂടുതൽ ആസൂത്രണവും കൂടുതൽ സമയവും ഒക്കെ ആവശ്യമാണ് അതിന്. ഇതാവുമ്പോൾ എളുപ്പം കുറച്ച് മദ്യം കൊടുത്ത് ടൂറിസ്റ്റുകളെ വരുത്താൻ വളരെ എളുപ്പം ഒരു പോളിസി മാറ്റത്തിലൂടെ അല്ലെങ്കിൽ പോളിസിയിൽ നൽകുന്ന ഇളവിലൂടെ സാധിക്കും എന്നത് വളരെ എളുപ്പമുള്ള മാർഗമാണ്. അതിലും റെസ്പോൺസിബിളായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് മേരി ജോർജ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ടൂറിസം വികസനമാണ് ലക്ഷ്യം. അഭിപ്രായം പറയാനുണ്ട്. എന്ന് പറഞ്ഞോളൂ. അതായത് ഈ ടൂറിസ്റ്റുകൾ പോകുന്നത് മദ്യപിക്കാനാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ അത് മദ്യവും അതിൻ്റെ അകത്ത് ഒരു ഘടകമാകുന്നുണ്ട്. ഈ മറ്റ് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നവർ, സിംഗപ്പൂരിലൊക്കെ പോകുന്നവർ, അവിടെയൊക്കെ ഈ മദ്യപിക്കുന്നവരുണ്ട്, അവിടെ ചെന്ന് മദ്യപിക്കുന്നവരുണ്ട്, കുടുംബമായിട്ട് പോയാലും മദ്യപിക്കുന്നവരുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കഞ്ചാവ് നിയമപരമായിട്ട് വിൽക്കുന്ന കടകൾ വരെയുണ്ട്, പാരലറുണ്ട്, ബാർ പോലെ ഇവിടുത്തെ ബാറുകൾ പോലെ തന്നെ കഞ്ചാവ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പം മദ്യപിക്കുന്നവർ എവിടെ ചെന്നാലും മദ്യം കിട്ടുന്നത് അവരെ സംബന്ധിച്ച് സഹായകമാകുമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ചൂണ്ടിക്കാട്ടിയല്ലോ വൃത്തിയുള്ള സ്ഥലങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റും. അതാണ് ആവശ്യമെങ്കിൽ, പ്രയോറിറ്റി അതാണെങ്കിൽ എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. അതെ, മാഡം പറഞ്ഞ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം, അത് കാര്യമായിട്ട് എല്ലാ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ മൂന്നാറിലേക്ക് ഫാമിലിയായിട്ട് പോയാലും ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ കുറച്ച് ചെറിയ നിയന്ത്രണ വിധേയമായി റെസ്പോൺസിബിളായിട്ട് ആ ഫാമിലിയുടെ കൂട്ടത്തിൽ പോകുന്ന കൂട്ടത്തിൽ കഴിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല മദ്യം. പക്ഷേ ഡ്രൈ ലാൻഡ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് ആൾക്കാർ വരാൻ മടിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ടൂറിസത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. മദ്യ നിരോധനമോ അങ്ങനെ കിട്ടാത്തൊരു സാഹചര്യമോ ഇല്ലല്ലോ. അതിൽ ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് ഇത്രയധികം ഇളവുകൾ ഉണ്ടോ എന്നതാണല്ലോ. അവിടെ ടൂറിസം വികസനമാണ് ലക്ഷ്യമെങ്കിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിലും മുൻപ് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അവർ ചെയ്തത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെവിൻ മാത്യു, താങ്കളിലേക്ക് തന്നെയാണ് ഞാൻ വരാനിരുന്നത്. നോക്കൂ, ഇവിടെ ഡ്രൈ ലാൻഡ് ആയാൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരില്ല എന്നുള്ളത് സത്യമുണ്ട്. ഡ്രൈ ലാൻഡ് അല്ലല്ലോ, നമ്മളുടേത് ഡ്രൈ ലാൻഡ് അല്ലല്ലോ. അല്ല, അതുകൊണ്ട് നിയന്ത്രണങ്ങളൊക്കെ വേണം. നിയന്ത്രണ വിധേയമായി എല്ലാവരും കഴിക്കുന്നുണ്ട്. മൂന്നാറിൽ പോകുന്ന ഫാമിലി ആയിട്ട് പോകുന്നവരും ഇപ്പോഴും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നവരും ഒക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പെരിസ്കോപ്പിക് ആയിട്ട് ഇതിനെ കാണുന്നതിൽ കാര്യമല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മദ്യനിരോധനവും മദ്യവർജനവും ഇത് രണ്ടും ഡയറക്ട്ലി റിലേഷനിലൊന്നുമല്ല. മദ്യനിരോധനം
മദ്യവർജനം ഉണ്ടാവണമെങ്കിൽ മദ്യനിരോധനം ഉണ്ടാവണമെന്ന് പറയുന്നത് പരിപൂർണ്ണമായും തെറ്റാണ്. മദ്യനിരോധനം ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ അങ്ങനെ ആരും പറഞ്ഞില്ല ഇവിടെ. അല്ല, നമ്മുടെ കോൺവെർസേഷന്റെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു നിരോധനം എന്ന കാര്യം നമ്മൾ പറയുന്നതേ ഇല്ല. നിരോധിക്കണം എന്നൊരു ചർച്ചയിലേക്ക് നമ്മൾ വന്നില്ല. അവൈലബിലിറ്റി കുറയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പോലും അത് അവൈലബിലിറ്റി കുറയ്ക്കുക, സ്കാർസിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നിരോധനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊരു ബ്ലാക്ക് മാർക്കറ്റ്. എന്തൊരു കാര്യത്തിനും ഒരു സ്കാർസിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാക്കാനേ ഉപകരിക്കുന്നു. ഇപ്പോൾ ക്ലെമന്റ് ചോദിച്ചു മദ്യം നിരോധനം വന്നു കഴിഞ്ഞാൽ ലഹരി കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പഠനങ്ങൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം സ്കാർസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാകാനും അതുപോലുള്ള ലഹരി വസ്തുക്കളുടെ സാധനങ്ങൾ കൂടുതലായിട്ട് വരാനും അതിനൊരു പെനട്രേഷൻ കൊടുക്കാനും മാത്രമേ ഉപകരിക്കുന്ന പഠനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ഇനി മേരി ടീച്ചർ പറഞ്ഞ ലാറ്റെ ഫാക്ടർ. ഇപ്പോൾ ലാറ്റെ ഫാക്ടർ പറയുമ്പോഴത്തേക്കും ഒരു പെഗ്ഗിൽ നിന്ന് ഒരു കുപ്പിയിലേക്ക് പോകുന്നതല്ല കാര്യം. ഇപ്പം ഞാനൊരു 10-15 രാജ്യത്ത് ജോലിഭാഗമായിട്ടും ടൂറിസത്തിനും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പല കൾച്ചറുകളുമായിട്ടും എസ്പെഷ്യലി ജോലി ചെയ്യുമ്പോൾ ദീർഘകാലപരമായിട്ട് ഇടപെടുന്ന പല കൾച്ചറുകളുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ റെസ്പോൺസിബിളായിട്ട് വെൻ യു ആർ 18 or 22, വെൻ യു ആർ അറ്റ് ലീഗൽ ഏജ്, പേരൻസ് തന്നെ ആദ്യം ബാറിൽ കൊണ്ടുപോയിട്ട് ആദ്യത്തെ ഡ്രിങ്ക് കൊടുക്കുന്ന അവരെ അങ്ങനെ തന്നെ ഈ മദ്യത്തോടൊരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെ റെസ്പോൺസിബിളായിട്ട് മദ്യപിച്ചാലും ഈ പറയുന്ന പോലെ അത് അളവ് മിതവ്യയമാണ് അതിൻ്റെ. അപ്പം അങ്ങനെ അത് ചെയ്യാൻ പഠിപ്പിക്കുന്ന കൾച്ചറുകളിൽ മദ്യത്തിൻ്റെ പെനട്രേഷൻ അല്ലെങ്കിൽ മദ്യം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളുടെ പെനട്രേഷനും വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എന്താണ്, മദ്യത്തോടൊരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യുന്നു. മദ്യം ഒളിച്ചും പാത്തും പറപ്പുറത്ത് പോയിരുന്ന് കഴിക്കേണ്ട ഒരു സാധനമായി മാറുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ എടുത്തു കഴിഞ്ഞാൽ ബാറുകൾ 11 മണിക്ക് 3 മണിക്ക് എന്താണ് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്? മറ്റൊന്ന് പറഞ്ഞാൽ 11 മണി വരെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ 3 മണി വരെ കഴിക്കും. ഇതിൽ ഇമ്പാക്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ കെവിൻ, ഞാനിപ്പോൾ ചോദിക്കട്ടെ, നമ്മളുടെ അപകട നിരക്കുകൾ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ അപകടങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഭൂരിഭാഗവും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ ഉണ്ടാക്കുന്ന അപകടങ്ങളാണ് എന്ന് കാണാം. അക്രമ സംഭവങ്ങൾ, അതിൽ മദ്യപിച്ച് അതിനുശേഷം ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. ഈ ഒരു പരിധി കഴിഞ്ഞ് ഒരു സമയത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ആ നിലയിൽ വർദ്ധിക്കുമോ എന്നൊരു സാഹചര്യമുണ്ട്. ഓക്കെ, അതിന് പകരം നോക്കൂ, ഇപ്പോൾ ഈ ഒരു നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുമ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഈ രീതിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? പക്ഷേ അത് സാധ്യമാകുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻകരുതൽ എടുത്തതിന് ശേഷമാണോ നമ്മൾ ഇത്തരം ഇളവുകളിലേക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാര്യം എന്താണെന്നറിയോ, ഇന്ന് ഏത് ബാറിലും പോയിക്കോ, 11 മണിയാകുമ്പോൾ ഏത് ബാറിലും നോക്കിയോ, അവിടെ നിന്ന് പോകുന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പോക്കറ്റിലൊരു കുപ്പി മെച്ചോണ്ടാണ് പോകുന്നത്. അവിടെ നിന്ന് പാഴ്സൽ മേടിച്ചിട്ടാണ് പോകുന്നത്. അതിവിടെ ലീഗലുമാണ്. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഈ ബാർ അടച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതും എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് ബാക്കിയായിട്ട് വണ്ടിയിലിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പറപ്പുറത്ത് പോയിരുന്നോ അടിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതല്ല വേണ്ടത്. സോ യു ആർ നോട്ട് സോൾവിങ് ദ പ്രോബ്ലം. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലത്തിൻ്റെ എന്താ പറയുക, ആ കോസാലിറ്റി അതല്ല. 11 മണിക്ക് ബാർ അടച്ചു കഴിഞ്ഞാൽ അപ്പം മദ്യം നിർത്തി ആൾക്കാർ വീട്ടിൽ പോവുമല്ല. അവർ കഴിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മലയാളിയുടെ മദ്യപാന ശീലം മാറണം. അതിനോട് യാതൊരു ഫിലിപ്പോ സാറ് പറഞ്ഞു പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ടെങ്കിലും ഒരു പ്രോപ്പർ അവയർനെസ് ക്യാമ്പയിൻ എങ്ങനെ മലയാളി റെസ്പോൺസിബിൾ ആയിട്ട് മദ്യപിക്കണം എന്ന് പറയുന്നത്, മദ്യം അവനെ കുടിക്കാതെ മദ്യം ഒരു ഡ്രിങ്കായിട്ട് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺസ്യൂം ചെയ്യാൻ. എന്തും അധികമായാൽ അമൃതും വിഷമാണ്. അത് മിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്. മദ്യം അതുപോലെ തന്നെയാണ്. അമിത ലഭ്യതയും പ്രശ്നമാകില്ലേ എന്നതായിരുന്നു. ലഭ്യത വ്യയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. മദ്യം ഉപയോഗിക്കുന്നതും മദ്യത്തിന്റെ കൺസംഷനുമായിട്ട് ഒരു ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല. കാരണം മദ്യം കൂടുതൽ അവൈലബിൾ. ഇപ്പം ദുബായിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തായ്ലൻഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ മദ്യം ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ എത്രയോ തവണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി മദ്യം വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലെ കൾച്ചറിലൊന്നും മലയാളി കുടിക്കുന്ന അത്രയും പോലും ആരും കുടിക്കുന്നില്ല. അപ്പം അവൈലബിലിറ്റി, ലഭ്യത, കൺസംഷനുമായിട്ട് ഒരു ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ പൊള്ളത്തരമാണ്. ശരി, അഡ്വക്കേറ്റ് ക്ലെമന്റ്, ഒരു നിമിഷം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നത് ഒരു യൂബറിലായിരുന്നു. അപ്പോൾ ആ യൂബറുകാരൻ എന്നോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ വരാൻ പോകുന്നുവല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. അദ്ദേഹം എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ടാക്സിക്കാരെയാണ്.
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് തന്നെ ഊതാൻ പറയും. പോലീസ് ഊതുമ്പോൾ ഞങ്ങൾ കുടിച്ചിട്ടില്ല, പക്ഷേ വണ്ടിക്കകത്തിരിക്കുന്നവർ കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമാകും. അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ കയറാൻ ആൾക്കാർക്ക് ഭയം കാണും. 12 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വഴിക്ക് എവിടെയെങ്കിലും തടസ്സമുണ്ടാകുമോ, ഇത്തരം പ്രശ്നങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുസമൂഹം ഇതിനെ കാണുന്നത് ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഞാൻ റെസ്പോൺസിബിൾ ടൂറിസം എന്നൊരു ടൂറിസം മേഖലയുണ്ട്, അതിനെയല്ല പറയുന്നത്. ടൂറിസത്തിലെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് എങ്കിൽ ഈ മദ്യപാനത്തിനുള്ള സാധ്യത കൂട്ടിക്കൊടുക്കുന്നത് വലിയ രീതിയിൽ അതിനെ സഹായിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മനസ്സിലുള്ളത് വേറെ ഒരു ചിന്തയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തനത് വരുമാനത്തിൻ്റെ 25 മുതൽ 35% വരെ കിട്ടുന്ന മേഖലയാണ് മദ്യവിൽപ്പന. അപ്പോൾ അതിൽ നിന്ന് ഇനിയും എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റും? ബാറുകൾ ഇങ്ങനെ കൂടുതൽ സമയം തുറന്നിരുന്നാൽ ബിവറേജസ് വഴിയുള്ള വിൽപ്പന കുറയാനല്ലേ സാധ്യത? അതിനുള്ള അതെ, അത് തന്നെയാണ്, അതിലേക്കാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഇവിടെ ഇപ്പൊ ടൂറിസം നടത്താൻ വേണ്ടി മദ്യം സർക്കാരിന്റെ വരുമാന വർധനവല്ല ഇതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് തോന്നുന്നു. ക്ലെമന്റ് അതിനോടൊപ്പം തന്നെ എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്, ക്ലെമന്റിനോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്ന് വെച്ചാല് ആവശ്യമുള്ളത് മേടിച്ചുകൊണ്ട് സമയം പോലെ ഇരുന്ന് കുടിച്ചോളൂല്ലോ. അല്ലാതെ രാത്രി 11 മണി വരെ ഇത് കൂട്ടേണ്ട ആവശ്യം എന്തായാലും 12 മണി വരെ കൂട്ടേണ്ട ആവശ്യം എന്നോട്. ഇതിപ്പം നിലവിലെന്ന് പറഞ്ഞാൽ 10 മണി വരെ ഇരുന്ന് കുടിച്ചിട്ട് അവൻ വീട്ടിൽ പോകേണ്ടവൻ, അല്ലെങ്കിൽ കുപ്പി മേടിച്ച് വീട്ടിൽ പോകേണ്ടവൻ 12 മണി വരെ അവിടെ ഇരിക്കുവാണ്. എന്നിട്ടാണ് അവൻ കുപ്പി മേടിച്ച് വീട്ടിൽ പോകുന്നത്. അത്രയും ലേറ്റ് ആയിട്ട് എത്തുന്നവൻ 1 മണിക്ക് 2 മണിക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെയൊക്കെ ഒരു ആവശ്യം എന്താ ഉള്ളത്? ഇതിപ്പം അവർക്ക് മദ്യത്തിന്റെ അതായത് ബാർ ഉടമകൾക്ക് ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു തീരുമാനമൊന്നും മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ അല്ലെങ്കിൽ ടൂറിസം കൂട്ടാനാണെങ്കിൽ ആക്ച്വലി മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ എന്തിനാണ് കേരളത്തിലോട്ട് വരുന്നത്? ഇപ്പൊ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അല്ലെങ്കിൽ അതുമൊക്കെ കാണാൻ വേണ്ടി, അല്ലാതെ മദ്യം കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ മദ്യലഭ്യത കൂടിക്കൊണ്ടിരുന്നാൽ പിന്നെ നാളെ കേരളത്തിലോട്ട് പോയേക്കാം, അവിടെ കൂടുതൽ നേരം മദ്യം കിട്ടും, ആരും ഇവിടെ വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവൻ അങ്ങനെയാണെങ്കിൽ ബാങ്കോക്കിൽ അല്ലെങ്കിൽ പട്ടായ അവിടെയൊക്കെ പൊക്കോളും. അല്ലാതെ അതിനുവേണ്ടി അങ്ങനെ ഒരു മറ്റൊരു പട്ടായ അല്ലെങ്കിൽ മറ്റൊരു ബാങ്കോക്ക് അല്ലെങ്കിൽ ആക്കാൻ വേണ്ടി അല്ലല്ലോ ഇവിടെ കേരളം എന്ന് പറയുന്നത്. നമ്മളിവിടെ 90-100% സാക്ഷരതയുണ്ട്, എല്ലാം കൊണ്ടും വലിയ മികച്ചവരാന്ന് പറയുമ്പോൾ ഇതിനെ അങ്ങനെ അവസ്ഥയിലോട്ട് തള്ളിവിടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അല്ലല്ലോ, ഇതിപ്പം കുടിക്കേണ്ടവൻ ഇപ്പം അവനെ കുടിച്ചോളും, അത് അവൻ കുപ്പി മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നിട്ടാണെങ്കിലും കുടിച്ചോളും. അതിനുവേണ്ടി ഇവിടെ ബാർ 12 വരെ തുറന്നെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇപ്പോ ക്ലെമന്റ്, അവിടെ കർണാടകയിൽ ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ 12 വരെയാണ്. ബംഗളൂരുവിൽ 9 മുതൽ 1 വരെ, ആന്ധ്രയിൽ 10 മുതൽ 12 വരെ. അവിടെയൊക്കെ ലൈസൻസ് ഫീ വളരെ കുറവാണ്. കേരളത്തിൽ അതിൻ്റെ ഒരുപാട് ഇരട്ടിയാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 35 ലക്ഷം രൂപയാണ് കേരളത്തിൽ ലൈസൻസ് ഫീ. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾക്കൊന്നും ഇത് ബാധകമല്ലേ? നമുക്ക് മാത്രമേ ഇതൊക്കെ ബാധകമാകുന്നുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റീനെ നമുക്ക് കേരളത്തിനെ മൊത്തം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിന് ഏറ്റവും വലിയ സിറ്റിയായ കൊച്ചി പോലും ബാംഗ്ലൂരിന്റെ 4-1 അവിടുത്തെ ഒരു സംസ്കാരം അതിന്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാമങ്ങളും അതുപോലെ തന്നെ നഗരങ്ങളും ഇടകലർന്ന ഒരു സ്ഥലമാണ്. അവിടെ അന്നേരം ഓരോ ഗ്രാമങ്ങളിലും പോയി ബാർ എടുത്തത് നിങ്ങൾ 12 വരെ കുടിച്ചോളൂ എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു ലോജിക്ക് എന്താണ്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനം ഉള്ളതെന്നാണ്. പക്ഷെ തെറ്റാണത്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്കും പ്രകാരം അരുണാചൽ പ്രദേശും തെലുങ്കാനയും തമിഴ്നാടും കർണാടകയും കഴിഞ്ഞിട്ട് 7ാം സ്ഥാനം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അല്ലാതെ കേരളത്തിൽ ഇപ്പം പഴയ രീതിയിൽ പണ്ട് നമ്മുടെ മീഡിയകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കേരളത്തിലുള്ളവരെല്ലാം മദ്യപാനികളാണെന്ന് അതല്ല. ഈ എത്ര ലഭ്യത കുറഞ്ഞാലും കൂടിയാലും കേരളം ഇപ്പം ഇന്ന് 7ാം സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെയല്ല ആളോഹരി മദ്യപാനവും കുറവ് കേരളമാണ്, പഞ്ചാബിനേക്കാളും കുറവാണ്. ഇത് തെറ്റായിട്ടുള്ള കുറെ കണക്കുകളൊക്കെ മീഡിയകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാലമുണ്ട്. ഇപ്പം ഒരു മത്സരമാണോ പ്രതീക്ഷിക്കുന്നത്? നമ്മളെ കേരളം അതിനേക്കാളെല്ലാം മേളി വരണം, അങ്ങനത്തെ ഒരു അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ കേരളം അങ്ങ് കുടിച്ചു മുടിഞ്ഞു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അതാണ് അത് തെറ്റാണ്. മദ്യമല്ല പ്രശ്നം, മദ്യം കഴിക്കുന്ന രീതിക്കാണ് പ്രശ്നം. ആ രീതി തന്നെയാണ് മാറേണ്ടത്. ഈ 10 മണിക്ക് മേടിച്ചോണ്ട് വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഓരോ വ്യക്തിയല്ല നമുക്ക് വേണ്ടത്. അതിനേക്കാളും ആ 10 മണിക്ക് കുറച്ചു നേരം കൂടെ എങ്ങനെ മാറുമെന്നാണ് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ മദ്യോപഭോഗത്തിന്റെ രീതി ഇതാണ് എന്ന് താങ്കൾ പറയുന്നു, കെവിൻ പറയുന്നു. ഇവിടുത്തെ മദ്യോപഭോഗത്തിന്റെ രീതി മോശമാണ്. പക്ഷെ അവർക്ക് ആ മോശം മദ്യോപഭോഗ രീതി പിന്തുടരുന്നവർക്ക് മുന്നിലേക്ക് സമയം കൂട്ടിക്കൊടുത്താൽ പിന്നെ എന്താകുമെന്നതാണല്ലോ നമ്മുടെ ചോദ്യം.
അല്ല അവിടെ തന്നെയാണ് രേണു അതിൻ്റെ അകത്തുള്ള കീ ക്രക്സ്. കാരണം ബാറിൽ മദ്യം മാത്രമല്ല, അതിനോടൊപ്പം ഭക്ഷണമുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലിരുന്ന് കഴിക്കുന്നവനും പാറപ്പുറത്തിരുന്ന് കഴിക്കുന്നവനും വണ്ടിയിലിരുന്ന് കഴിക്കുന്നവനാണ് മദ്യം മാത്രം കഴിക്കുന്നത്. ഈ പണ്ടത്തെ കള്ള് കുടിക്കുന്നത് പോലെ ബോന്തി കുടിക്കുന്നൊരു അതിൽ ഫിലിപ്പോസ് താങ്കളോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരുമിച്ച് നിൽക്കുമെങ്കിലും സാധാരണക്കാരായ മദ്യപാനികളെ കുറ്റം പറഞ്ഞാൽ ഫിലിപ്പോസ് സഹിക്കില്ല. മേരി ജോർജ്, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഡ്രൈ ഡേ ഉണ്ട് എന്നറിഞ്ഞാൽ തലേ ദിവസം അതിന്റെ ഇരട്ടി കച്ചവടം നടക്കും. ഡ്രൈ ഡേ കൊണ്ട് എന്താണ് ഉപയോഗം എന്നൊരു ചോദ്യം ഉണ്ട്. 11 മണിക്ക് നിൽക്കുകയാണെങ്കിൽ ആ 11 മണിക്ക് മുൻപ് ക്യൂ നിന്ന് അല്ലെങ്കിൽ എന്താണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് അത് നടത്തിയിട്ട് പാഴ്സലും മേടിച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ 1 മണിക്കൂർ നീട്ടിയാലും ഡ്രൈ ഡേ ആചരിച്ചാലും ഒന്നും ഉപഭോഗത്തിൽ കുറവ് വരുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് അവർ അവിടെ ഇരുന്ന് കഴിക്കും എന്നേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ല, ഇവിടുത്തെ സംസ്കാരത്തെ പറ്റി മിസ്റ്റർ കെവിൻ മാത്യു പറഞ്ഞതിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം എന്താണെന്ന് നിങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ മതി. അവർ പറയും അവരിൽ എത്രയോ പേര് അഡീഷണലായിട്ട്, അതായത് ഒരു ദിവസം കൂലി ജോലി ചെയ്ത് അവരിവിടെ ഉണ്ടാക്കുന്ന പണത്തേക്കാൾ കൂടുതലായിട്ട് മദ്യം, അതായത് ഒരു കുപ്പി മദ്യം വാങ്ങി ഓരോരുത്തർക്ക് വേണ്ടി വാങ്ങിക്കുക. അതായത് അവിടെ പോയി മദ്യശാലയുടെ മുമ്പിൽ പോയി നിന്ന് മേടിക്കാൻ നാണക്കേടുള്ളവർ മദ്യപരാണ്, പക്ഷേ അവർക്ക് അവിടെ പോയി നിന്ന് വാങ്ങിക്കാൻ ഇഷ്ടമില്ല ക്യൂവിൽ. അപ്പോൾ ആ ക്യൂവിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പോയി നിന്ന് മദ്യം വാങ്ങി കൊടുക്കുന്നതിന് ഒരു കുപ്പിക്ക് 100 രൂപ വീതം അവർക്ക് കിട്ടും, കൂലി കിട്ടും. അതെ, അങ്ങനെ അവിടെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗവൺമെന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ച ഓൺലൈൻ വിൽപ്പന. അതെന്തുകൊണ്ട് അത് എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് അത് നമ്മളാരും എതിർക്കുന്നില്ല. അതിനെ എതിർക്കുന്നത് ഗവൺമെന്റിന്റെ അതിനെതിരെ വലിയ എതിർപ്പുണ്ടായി. ഈ ഡെലിവറി സമയത്ത് കുട്ടികളിലേക്കും മറ്റുമൊക്കെ ഇത് എത്തിയാൽ ഉള്ള സാഹചര്യം, അങ്ങനെയൊക്കെ ഒരുപാട് എതിർപ്പ് അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഈ ബാർ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ KCBC ആണ് ആദ്യം ഈ ഓൺലൈൻ ബിസിനസ് എതിർത്തത്. അത് തീർച്ചയായിട്ടും ബാർ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, KCBC ബാർ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ചെയ്യത്തില്ല. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ബാറുകൾ ആർക്കാണ് ഉള്ളത്? അതന്നെ, അതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ഇക്കാര്യത്തിൽ നമ്മുടെ സമൂഹത്തെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതോടൊപ്പം അതായത് ടൂറിസം വികസിച്ച് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് കൂടുതൽ പണം ഉണ്ടാവുക മാത്രമല്ലല്ലോ, നമ്മുടെ സമൂഹത്തെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മിസ്റ്റർ കെവിൻ മാത്യു പറഞ്ഞതുപോലെ ഒരു സംസ്കാരം, ഒരു മദ്യപാനത്തിലെ ഒരു നല്ല സംസ്കാരം വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ആ സംസ്കാരത്തിലേക്കല്ല കേരളം മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ലാറ്റെ ഫാക്ടർ, അതായത് ഒരു പെഗ്ഗിൽ നിന്ന് തുടങ്ങി ഒരുപാട് പെഗ്ഗുകളിലേക്ക് വളരുന്ന മദ്യപാനം. ഒരൊറ്റ വാക്കിൽ ഈ ഓൺലൈൻ മദ്യവിൽപ്പന നിങ്ങൾ അനുകൂലമായിട്ട് കാണുന്നതാണ്, അത് പോസിറ്റീവ് ആണെന്നാണോ അഭിപ്രായം? അല്ല, ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ അത് മദ്യം റെസ്പോൺസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു മൈനർ അതിൻ്റെ അടുത്തേക്ക് അത് തന്നെയാണ് അതിൻ്റെ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ്. അത് കോവിഡ് പോലൊരു കാലഘട്ടത്തിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സർക്കാർ, കാരണം അതിൻ്റേതായ ദൂഷ്യഫലങ്ങളുണ്ട്. അത് ഇപ്പം ലോകത്ത് ഓൺലൈൻ മദ്യം കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അതിൻ്റെ പിഴവുകൾ അടച്ച് മാത്രമേ ചെയ്യാം. അത് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അത് ദോഷം തന്നെയാണ്. എന്തായാലും ഈ മദ്യം കൂടുതലായി ലഭ്യമാക്കാൻ പറയുന്ന ന്യായങ്ങളൊക്കെ എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്രമാത്രം ശാസ്ത്രീയമാണ് എന്നൊക്കെ ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും എന്നും ഇതൊരു വിരുദ്ധാഭിപ്രായങ്ങളുടെ ഏറ്റുമുട്ടലിന്റെ ഇടവും കൂടിയാണ്. ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കുന്നത്. മദ്യസാക്ഷരത, മദ്യത്തെ ഈ നമ്മളൊരു കൾച്ചർ എന്ന് പറയുന്നത് അത് തന്നെ വേണം. ഒരു മദ്യസാക്ഷരത ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഈ മദ്യത്തിൻ്റെ കുപ്പിയിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിപ്പിക്കുക. ഇതെങ്ങനെ അപകടം കുറയ്ക്കാമെന്ന് വെള്ളം ഒഴിച്ചു പോലും കഴിക്കാത്തവരുണ്ട്. അങ്ങനെ നോർമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് വേറെയാണല്ലോ, ഒരിക്കലും ഉപയോഗിക്കേണ്ട. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണം എന്നൊക്കെ നമ്മൾ പറയാം, പക്ഷേ മദ്യം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചൊരു ദോഷങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. മദ്യം തെറ്റായി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ പഠിക്കണം. കാരണം എന്താ കഴിഞ്ഞാൽ ഒളിഞ്ഞും പാത്തും, ഇന്ന് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ആർഗ്യുമെന്റ് തന്നെയാണ് അതിന്റെയും. കാരണം ഒളിഞ്ഞും പാത്തും ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സമയം പൂർണ്ണമായിട്ട് അവസാനിച്ചതുകൊണ്ടാണ്. എന്തായാലും ഇതിൽ കൂടുതൽ ഉദാരമാകണം എന്ന് പറയുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. എപ്പോഴും ഈ വിരുദ്ധാഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചിയേഴ്സ് കേരളത്തിന് ആപത്തോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. മിഡ് നൈറ്റ് ചിയേഴ്സ് ആപത്താണ് എന്ന് പറയുന്നത് 83% പേരാണ്. എന്തായാലും ഈ ചർച്ചയിൽ
ഇതിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പോലെ അല്ല സാധാരണക്കാർ ഇതിൽ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. 83% പേരും ഇത് കേരളത്തിന് ആപത്താണ് എന്ന് ചിന്തിക്കുന്നു. 13% പേർ മാത്രമാണ് അല്ല എന്ന് പറയുന്നത്. 3% പേർ നിഷ്പക്ഷാഭിപ്രായവും രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ടൈം പൂർണ്ണമാകുന്നു.